Hi friends, welcome back to my channel. ഞാൻ സഫ്വാൻ. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹുവാവിയുടെ വാച്ച് Gt2 എന്നുള്ള മോഡലാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ഹുവാവിയുടെ വാച്ച് Gt2 എന്നുള്ള മോഡൽ അൺബോക്സ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ ഹുവാവി ബ്ലാക്ക് സീരീസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള ഈ ഒരു ബോക്സ് ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിലായിട്ട് ഞാൻ ഫുള്ള് അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലാക്ക് സീരീസും ഇത് വരുന്ന ഒരു വ്യത്യാസവും ഇതിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ ഉള്ളതെന്നാണ്. അപ്പോൾ ഇതൊരു ഫ്രഷ് വാച്ച് അല്ല, ഇതൊരു യൂസ്ഡ് വാച്ചാണ്. നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ഏതായാലും നടത്താം. ഇതിലായിട്ട് എക്സ്ട്രാ സ്ട്രാപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അൺബോക്സിങ്ങിലൂടെ കാണാം. അപ്പോൾ ഇവ മൂന്നുമാണ് ഹുവാവി വാച്ച് Gt2ൻ്റെ 46mm വരുന്ന കളർ വേരിയൻസ്. ഈ ഒരു ബ്ലാക്ക് വേരിയൻറ്റ് നമ്മൾ ഇതിന് മുൻപേ തന്നെ അൺബോക്സ് ചെയ്തു വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് സ്റ്റീൽ ഡിസൈനോടുകൂടി ലെതർ സ്ട്രാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് കളർ സ്ട്രാപ്പ് വരുന്ന വാച്ചും. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു ലെതർ ഫിനിഷോട് കൂടി വരുന്ന സ്റ്റീൽ വാച്ചാണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലായിട്ട് തന്നെ നമുക്ക് വാച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത്, ലെതർ ഫിനിഷിംഗ് ഉള്ള വാച്ച്. ശേഷം ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിന് ഒരു തവണ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്, വാച്ചൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഇതിലായിട്ട് വരുന്നത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ്. ശേഷം നമ്മുടെ ബ്ലാക്ക് കളർ വേരിയന്റിൽ വരുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹുവാവിയുടെ തന്നെ ചാർജർ, നമ്മുടെ വാച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജർ, ടൈപ്പ് സി പോർട്ടോട് ചാർജർ. പിന്നെ ഇതിലായിട്ട് യൂസർ മാനുവൽ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെയാണ് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും തന്നെയാണ് ബോക്സിലായിട്ട് വരുന്നത്. അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വാച്ചും അതുപോലെ തന്നെ ബ്ലാക്ക് സ്ട്രാപ്പും കിട്ടിയിട്ടുണ്ട്. വാച്ച് Gt2ൻ്റെ ബ്ലാക്ക് എഡിഷനിൽ നമുക്ക് ലഭിച്ചിരുന്നത് ഈ ഒരു ബ്ലാക്ക് സ്ട്രാപ്പോട് കൂടിയിട്ടുള്ള വാച്ച് മാത്രമായിരുന്നു. ഈ ഒരു ലെതർ ഫിനിഷ് വാച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ ഫിനിഷിങ്ങിൻ്റെ ഈ ഒരു സ്ട്രാപ്പും അതുപോലെ തന്നെ എക്സ്ട്രാ ആയിക്കൊണ്ട് നമുക്ക് ബ്ലാക്ക് സ്ട്രാപ്പും ലഭിക്കും. കൂടാതെ വാച്ച് വരുന്നത് നല്ലൊരു സിൽവർ കളറിലാണ് വരുന്നത്. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാഴ്ചയിൽ നമുക്ക് ലെതർ ഫിനിഷിങ്ങിൽ നമുക്ക് ബ്ലാക്കിനെക്കാളും കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ ഒരു വൈറ്റ് തന്നെയാണ് തോന്നുന്നത്. ബ്ലാക്കിൽ ഈ ഒരു ലെതർ സ്ട്രാപ്പ് ഇട്ടാൽ അത്ര വലിയ ഭംഗിയൊന്നും തോന്നുകയില്ല. ഇതൊരു നമുക്കൊരു എക്സിക്യൂട്ടീവ് സ്റ്റാൻഡേർഡ് ലുക്കായിട്ടാണ് ഹുവാവി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഓറഞ്ച് കളറിൽ നമുക്ക് വാച്ച് വരുന്നുണ്ട്. 46mm നമുക്ക് ഈ ഒരു 3 കളർ വേരിയന്റുകളാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള കളർ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ പറയാം. അതിൻ്റെ മറ്റൊരു എക്സിക്യൂട്ടീവ് ഡിസൈൻ ആയിട്ടാണ് ഹുവാവി ഈ ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ള വാച്ച് ഇറക്കിയിട്ടുള്ളത്. ഇത് തന്നെ ഒരു 22 സെന്റിമീറ്റർ നീളമുള്ള സ്ട്രാപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സ്ട്രാപ്പിൻ്റെ 2 വശത്തും അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രാപ്പ് മാറ്റി ബ്ലാക്ക് ഒന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്ട്രാപ്പും ഇതിലേക്ക് ഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്ട്രാപ്പ് ഒന്ന് മാറ്റാം. സ്ട്രാപ്പ് മാറ്റുന്നത് വളരെ സിമ്പിളാണ്. പിൻഭാഗത്തായിട്ട് കൊടുക്കുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് പുള്ള് ചെയ്തതിനു ശേഷം നമുക്ക് സ്ട്രാപ്പ് റിമൂവ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രാപ്പ് ഇതിലേക്ക് ഘടിപ്പിക്കുവാനും സാധിക്കും. 1.39 ഇഞ്ച് HD OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 9.4mm അൾട്രാ സ്ലിം ബോഡിയും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാരം വരുന്നത് 29 ഗ്രാം മാത്രമാണ്. ഹുവാവിയുടെ വാച്ച് Gt2ൽ ഉപയോഗിച്ചിട്ടുള്ളത് കിറിൻ്റെ A1 ചിപ്സെറ്റ് ആണ്. ഇത് കുറച്ചുകൂടി 2x ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് ലഭിക്കും. ഹുവാവി വാച്ച് Gt2ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് തന്നെയാണ്. ഞാനിപ്പോൾ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. ആപ്പിൾ വാച്ചിൽ എനിക്ക് മാക്സിമം ലഭിക്കുന്നത് ഒരു 1.5 ദിവസം വരെയൊക്കെയാണ് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും കുത്തിയിടണം. അപ്പോൾ ഒരു വാച്ചും അതുപോലെ തന്നെ ഫോണും ഒരേ സമയം കുത്തിയിട്ട് കൊണ്ടു നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. യാത്രകൾ ചെയ്യുമ്പോഴായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി തോന്നുക. ആ ഒരു അവസരത്തിലാണ് ഹുവാവി വാച്ച് Gt2 നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ആപ്പിൾ വാച്ചിന് സമാനമായിക്കൊണ്ട് തന്നെ നമുക്ക് എക്സസൈസ് മോഡുകൾ 15 തരത്തിലുള്ള എക്സസൈസ് മോഡുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ബാറ്ററി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ദിവസം എന്തായാലും നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കും. അതിൽ കൂടുതൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്നവരുമുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഹുവാവിയുടെ വാച്ച് Gt2ൽ കൊടുത്തത്. താരതമ്യേന വെയിറ്റ് നോക്കുകയാണെങ്കിൽ കൂടി ഹുവാവിയുടെ ഈ ഒരു വാച്ച് Gt2 ആണ് കുറച്ച് വെയിറ്റ് കമ്മിയായിട്ടുള്ളത്. നമ്മുടെ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് വാച്ചിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു വാച്ച് Gt2 എന്നുള്ള മോഡൽ കൊടുത്തിട്ടുള്ളത്.
പിന്നെ ആപ്പിൾ വാച്ചിനെ പോലെ തന്നെ ഹുവാവിയുടെ ഈ ഒരു വാച്ചിൽ നമുക്ക് ആൾവേസ് ഓൺ ഡിസ്പ്ലേ സംവിധാനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ മോഡലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ലെതർ ഫിനിഷിങ്ങിനായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഈ ഒരു കളറിലുള്ള മാറ്റം മാത്രമാണ് വരുന്നത്. ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഖത്തറിൽ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.